ഫോൺ താഴേക്ക് ഇറക്കാം. ആരും മിണ്ടരുത്. കുഞ്ഞിനോട് സംസാരിക്കാനാ. ദയവ് ചെയ്ത് ആരും ബഹളം വെക്കരുത്. പയ്യെ 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 വിട്. ആ ഡാ ചേച്ചി വിളിക്ക്, സംസാരിക്കട്ടെ. ചേച്ചി ചേച്ചി വാ. കരയാതെ സംസാരിക്കും. അമ്മ വിളിച്ചിട്ട് എന്താണ് നീ വിളി കേൾക്കാത്തെ? ആ പെൺകൊച്ചിനെ അവിടെ നിന്ന് മാറ്റ്, കൊച്ചു പേടിക്കും. ചേച്ചി സംസാരിക്കും. ആന്റിയാ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പേടിക്കേണ്ട, ഇപ്പൊ തന്നെ മോളെ രക്ഷിക്കും. അച്ഛൻ ഇപ്പൊ തന്നെ വരും. വന്നാൽ ഉടനെ ഇറങ്ങി വരും. മിഠായി കൊണ്ടുവരും. അയ്യോ ഏയ് ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഏയ് ആരും സംസാരിക്കാൻ പറഞ്ഞില്ലേ? സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പേടിക്കേണ്ട, ഇപ്പൊ തന്നെ മോളെ രക്ഷിക്കും. അച്ഛൻ ഇപ്പൊ തന്നെ വരും. വന്നാൽ ഉടനെ ഇറങ്ങി വരും. മിഠായി കൊണ്ടുവരും. ധൻഷികേ, എനിക്ക് അവരെ മാറ്റ്. ആ സ്പാനറിങ് എടുത്തേ. എന്താടോ ചെയ്തോണ്ടിരിക്കുന്നത്? സമയം പോകുന്നു. സാർ ആംബുലൻസ് വന്നു. ഒന്ന് വേഗം നോക്കണോ. ധൻഷിക മോളെ കേൾക്കാമോ? കയറ് താഴെയുടെ മോൾ അതീ പിടിച്ച് കയറി വരുമോ? എങ്കിലേ പുറത്തു വരാൻ പറ്റൂ. ധൻഷിക ധൻഷിക മോളെ കയറ് താഴേക്കിടുക. പിടിച്ച് കയറി വരണേ. ധൻഷിക കയറ് താഴേക്ക് വരുന്നുണ്ട്. എന്താടാ ഒന്നും കേൾക്കാത്ത? ആഴത്തിലായതുകൊണ്ട് കേൾക്കാത്തതായിരിക്കും. നമസ്കാരം. കാട്ടൂർ ഗ്രാമത്തിൽ കൃഷിക്കാരന്റെ മകളായ നിർത്ത്. ഇവിടെ എവിടെ കൃഷിയുള്ളത്? മഴയെ പെയ്യുന്നില്ല, പിന്നെ എന്താ കൃഷി? ഇന്ന് രാവിലെ 9 മണിക്ക് കാട്ടൂർ ദമ്പതികളുടെ 4.5 വയസ്സുള്ള പെൺകുട്ടിയായ ധൻഷികയാണ് ഉപയോഗശൂന്യമായ കുഴൽക്കിണറിൽ വീണിരിക്കുന്നത്. ഇതുവരെയും ഒരു രക്ഷാപ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല. ഞാൻ SP രാജശേഖരനാണ് മാഡം. ഞാനിപ്പോ കാട്ടൂർ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 4 വയസ്സുള്ള ഒരു കുട്ടി ബോർവെല്ലിൽ വീണു എന്നൊരു ഇൻഫർമേഷൻ. ആദ്യം മെഡിക്കൽ ടീമിനെ ഇൻഫോം ചെയ്യൂ. 5 ഫോഴ്സിനോട് അങ്ങോട്ട് വരാൻ പറയൂ. VO, തഹസീൽദാർ എല്ലാ ഒഫീഷ്യൽസിനോടും വരാൻ പറയൂ. ഞാൻ വേഗം അവിടെ എത്താം.